എങ്ങനെയുണ്ട് കണ്ണേട്ടാ, സൂപ്പർ അല്ലേ? അല്ലെങ്കിലും തനിക്ക് ഏത് കളറും ഏത് ഡ്രസ്സും നന്നായി ചേരും. അല്ല, കണ്ണേട്ടൻ മാറുന്നില്ലേ? എവിടെ? എനിക്ക് നിന്ന് തിരിയാൻ സമയം കിട്ടിയിട്ട് വേണ്ടേ? അഭിയെ ഒരുക്കി കഴിഞ്ഞ് വരുന്ന വരവാ. ധരിച്ചിരിക്കുന്ന ടീഷർട്ട് ഊരിക്കൊണ്ട് അവൻ പറഞ്ഞ് കബോർഡ് തുറന്നു. മനുവോ? അവൾ സാരി പ്ലീറ്റ്സ് ഒന്നുകൂടി ഒതുക്കി വയ്ക്കുന്നതിനിടെ ചോദിച്ചു. അവൻ ആ പെണ്ണിന്റെ പിറകെ നടക്കുന്നുണ്ട്. അഭിക്ക് മുന്നേ അവനെയായിരുന്നു കെട്ടിച്ചു വിടേണ്ടത്. വാഷ്റൂമിലേക്ക് കയറുന്നതിനിടെ വിഷ്ണു പറഞ്ഞു. മനുവിനെ ഓർത്തപ്പോൾ ജാനിക്ക് ചിരി വന്നു. കഴിഞ്ഞ ദിവസം തൊട്ട് മാനസ ഇവിടെ തന്നെയുണ്ട്. പറയാൻ വിട്ടു, ഇന്ന് അഭിയുടെയും സ്നേഹയുടെയും കല്യാണമാണ്. അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. മീരയും മാനസയും ആദിയും ഒക്കെ ഇന്നലെ തന്നെ ഇവിടെയുണ്ട്. ഇന്നലെ ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇനിയുള്ള ചടങ്ങ് എല്ലാം സ്നേഹയുടെ വീട്ടിൽ വെച്ചാണ്. കുങ്കുമ നിറത്തിലുള്ള സാരിയിലും ആഭരണത്തിലും ജാനി തിളങ്ങി നിന്നു. അവളുടെ സാരിയുടെ നിർത്തിനൊത്ത കുർത്തയും മുണ്ടുമായിരുന്നു വിഷ്ണുവിൻ്റെ വേഷവും. മനക്കൽ തറവാട് സന്തോഷത്തിൻ്റെ നിറവിൽ ആറാടി. ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരുടെയും മനസ്സ് പൂനിലാവുദിച്ചതുപോലെയായി. എല്ലാവർക്കും ദക്ഷിണ നൽകിയ ശേഷം അഭിയെയും കൂട്ടി വിഷ്ണുവും ജാനിയും മാനസയും ആദിയും മനുവും ഒരു കാറിൽ യാത്രയായി. മറ്റൊരു കാറിൽ രേവതിയും ദേവനും മീരയും ഒന്ന് രണ്ട് ബന്ധുക്കളും അവർക്ക് പിറകെ തിരിച്ചു. ബന്ധുക്കളായതുകൊണ്ട് മറ്റുള്ളവരെല്ലാം രാത്രിയിലെ ഫംഗ്ഷനും കഴിഞ്ഞു കരുണന്റെ വീട്ടിലേക്ക് പോയിരുന്നു. ഇനിയുള്ള ചടങ്ങുകൾ എല്ലാം അവിടെ വെച്ചാണ്. സർവാഭരണ വിഭൂഷിതയായി കതിർമണ്ഡപത്തെ ചുറ്റുന്നവളെ അഭി പ്രണയത്തോടെ നോക്കി. ജന്മസാഫല്യം പൂർത്തിയായതുപോലെ, പ്രണയം ഫലം കണ്ടതുപോലെ, വേദനകൾക്ക് മധുരമുള്ളതുപോലെ. തൻ്റെ വാമഭാഗത്ത് സ്നേഹ ഇരുന്നതും അഭി അവളുടെ കൈകളെ ആരും അറിയാതെ പതിയെ തലോടിയിരുന്നു. ചെറുനാണത്തോടെ പെണ്ണവനെ നോക്കുന്നുമുണ്ട്. ഈ ഭാവം ഒട്ടും ചേരുന്നില്ലാട്ടോ. അവളുടെ ചെവിയോരം അഭി മന്ത്രിച്ചതും പെണ്ണവനെ കൂർപ്പിച്ചു നോക്കി. ഇപ്പോഴാണ് ഓക്കെ ആയത്. കൂർപ്പിച്ചുള്ള സ്നേഹയുടെ നോട്ടം കണ്ടതും അഭി കളിയാലെ പറഞ്ഞു. അതിന് ചുണ്ടുകൂടി കൂർപ്പിച്ചായിരുന്നു പെണ്ണിൻ്റെ മറുപടി. താലി കെട്ടിക്കോളൂ, പൂജാരി അരികിൽ നിന്ന് പറഞ്ഞതും മഞ്ഞച്ചരടിൽ കോർത്ത ആലില താലി ദേവന്റെ കയ്യിൽ നിന്ന് വാങ്ങി അവൻ നിറഞ്ഞ സന്തോഷത്തോടെ സ്നേഹയുടെ കഴുത്തിലേക്ക് ചാർത്തി. കൂപ്പ് കൈയോടെ വണങ്ങി അവൾ ആ താലിയെ സ്വീകരിക്കുകയും ചെയ്തു. നെറുകയിലെ ചുവപ്പ് അവൻ കട്ടിയിൽ എഴുതി. എന്നും ഇത് നിറഞ്ഞിരിക്കണം എന്ന പോലെ. ഒപ്പം അവൻ്റെ സ്നേഹമുദ്രണവും നെറ്റിയിൽ പതിക്കുകയും ചെയ്തു. ഇതേ സമയം വിഷ്ണുവും ജാനിയെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. കൺമുന്നിലുള്ള കാഴ്ച അവനെ അത്രയും സന്തോഷവാനാക്കിയിരുന്നു. അതിലുപരി തൻ്റെ മാറോട് ചേർന്ന് നിൽക്കുന്നവളെ ഒരിക്കലും കൈവിടില്ലെന്ന പോലെ ഇറുക്കി പിടിച്ചു. ഒപ്പം അവളുടെ നെറുകയിലും അവൻ പ്രണയത്തോടെ ചുംബിച്ചു. പ്രണയിനിക്ക് നൽകിയ ചുംബനം. അവൾ കണ്ണടച്ചുകൊണ്ട് അത് പൂർണ്ണ മനസ്സാലെ സ്വീകരിക്കുകയും ചെയ്തു. തൻ്റെ പ്രാണന്റെ ചുംബനം. ആ സമയം ഞങ്ങൾക്ക് ചുറ്റും എല്ലാവരും ഉണ്ടെന്നോ തങ്ങളെ ആരും ശ്രദ്ധിക്കുമെന്നോ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ അവരുടെ പ്രണയം മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ. 5 തിരിയിട്ട നിലവിളക്കോടുകൂടി സ്നേഹ മനക്കൽ വീടിൻ്റെ മരുമകളായി വലതുകാൽ വെച്ചു കയറി. ആഗ്രഹം സഫലമായതുപോലെ അവളുടെ കണ്ണിൽ നിന്ന് 2 ഇറ്റ് കണ്ണുനീർ നിലം പതിച്ചു. ഇതേ സമയം തൻ്റെ നെഞ്ചോട് അവളെ ചേർത്ത് പിടിക്കാനും അഭി മറന്നില്ല. ഇവിടെ വരെ എത്തിയ പ്രതിസന്ധികളായിരുന്നു രണ്ടുപേരുടെയും മനസ്സിൽ. രണ്ടുപേരും അത്രയും അനുഭവിച്ചിരുന്നു. ഉറ്റവരാലും ഉടയവരാലും വേദന അനുഭവിച്ചവർ. പതിവുപോലെ ഇന്ന് രാത്രിയും 3 പേരും ടെറസിൽ കൂടുകയാണ്. ഇപ്പോൾ വിഷ്ണുവും അഭിയും മനുവിനെ കൂടെ കൂട്ടി. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഞാൻ വലിയ ചെക്കനായി എന്നാണ് മനുവിൻ്റെ ഭാവം. അത് ആരും തകർക്കാനും നിന്നില്ല. അടുത്ത വർഷം മനുവിൻ്റെയും മാനസയുടെയും കല്യാണം ഉണ്ടാകും. നീ ഹാപ്പി അല്ലേടാ? ബിയർ പൊട്ടിച്ച് വായിലേക്ക് ഒഴിക്കുന്നതിനിടെ വിഷ്ണു അഭിയെ തോളോട് ചേർത്ത് പിടിച്ചു ചോദിച്ചു. ഹാപ്പി അല്ലെന്നോ? ചിലപ്പോൾ ഈ ലോകത്ത് ഇപ്പോൾ ഇത്രയും സന്തോഷിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും. ബിയർ കുപ്പി വായിലേക്ക് കമഴ്ത്തുന്നതിനിടെ പറഞ്ഞു. ദേ അഭിയേട്ടാ, വേണ്ടാട്ടോ. സ്നേഹച്ചേച്ചിയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുവേ. ബിയർ വായിലേക്ക് കമഴ്ത്തുന്നവനോട് മനു ഓർമ്മിപ്പിച്ചു. അവളൊന്നും പറയില്ലടാ. അവൾക്കറിയാം ഇന്ന് ഞാൻ കുടിക്കുമെന്ന്. ഇന്ന് കുടിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ബിയർ കുപ്പി വായിലേക്ക് കമഴ്ത്തി. രണ്ടുപേരെയും നോക്കി ചെറുപുഞ്ചിരിയോടെ വിഷ്ണുവും കൂടി. മറ്റവൻ്റെ കാര്യം എന്തായി ഏട്ടാ? ജാമ്യത്തിലിറങ്ങിയിട്ട് അവൻ്റെ ഒരു വിവരവുമില്ലല്ലോ. അയാളെ നല്ലതുപോലെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ വന്നതുപോലെ മനു ചോദിച്ചു. മനുവിൻ്റെ ചോദ്യം വന്നതും അഭിയും വിഷ്ണുവും പരസ്പരം നോക്കി. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളിലേക്ക് അവർ കടന്നുപോയി. നിയമം അവനെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെ തിന്നുകുടിച്ച് ജയിലിൽ സുഖിച്ച് ജീവിക്കേണ്ടെന്ന് കരുതി. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു വക്കീലിനെ വെച്ച് പുറത്തേക്ക് അവനെ കൊണ്ടുവന്നത്. അവനുള്ള ശിക്ഷ ഞങ്ങളെക്കാൾ കൊടുക്കാൻ അർഹത നിരഞ്ജനാണെന്ന് തോന്നി. അവൻ നിരഞ്ജൻ്റെ കസ്റ്റഡിയിലാണ്. ഒന്ന് ചാവാൻ വേണ്ടി കൊതിച്ചു ജീവിക്കുന്നവൻ. ആ അവസ്ഥയിലേക്ക് നിരഞ്ജൻ എത്തിച്ചിരിക്കുന്നു അവനെ. കോടതിയിൽ നിന്ന് ഇറങ്ങിയവൻ നേരെ പോയത് എന്നും കൂടാറുള്ള മദ്യസേവയുടെ അടുത്തേക്കാണ്.
അന്ന് രാത്രി നല്ലതുപോലെ കുടിച്ചു അവൻ തിരിച്ചു വരുമ്പോഴാണ് അഭിയും വിഷ്ണുവും നിരഞ്ജനും അവന് വേണ്ടി വല വിരിച്ചത്. നേരം വെളുക്കുമ്പോൾ അവനുള്ളത് ഒരു ഗോഡൗണിലാണ്. അവൻ ഉണരുന്നതുവരെ 3 പേരും അവനെ ഒന്ന് തൊട്ടതുപോലുമില്ല. നേരം പുലർന്നിട്ടും ഇരുട്ട് മൂടിയിരിക്കുന്ന ഒരു മുറിയിലാണെന്ന് സുധി മനസ്സിലാക്കി. കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ച് അവൻ എഴുന്നേക്കാൻ നോക്കിയതും തൻ്റെ കൈകാലുകൾ കെട്ടിയിട്ടിരിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് ഇന്നലത്തെ രാത്രിയിലെ കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വന്നതും അവൻ എങ്ങനെയെങ്കിലും കെട്ടഴിച്ച് രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൻ അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഓരോ നിമിഷം കഴിയുന്തോറും ഇതുവരെ ഇല്ലാത്ത ഭയം അവനെ വന്നു മൂടി. തൻ്റെ ദിനങ്ങൾ അടുത്തതുപോലെ. രാത്രിയിൽ വിഷ്ണുവിൻ്റെ മുഖം കണ്ടതേ അവന് ഓർമ്മയുള്ളൂ. പിന്നീട് താൻ എങ്ങനെ ഇവിടെ എത്തിയെന്നും അവനറിയില്ല. പെട്ടെന്നാണ് ഇരുട്ടുമുറിയിലേക്ക് വെളിച്ചം കടന്നു വന്നത്. ആ വെളിച്ചത്തിനൊപ്പം 3 രൂപങ്ങളും പ്രത്യക്ഷപ്പെടുന്നത് ഭയത്തോടെ സുധി കണ്ടു. വെളിച്ചത്തിൽ നിന്നും അകത്തേക്ക് കൊണ്ടുവരുന്നവരും വെളിച്ചം കൂടുകയും 3 പേരുടെയും മുഖം വ്യക്തമാവുകയും ചെയ്തു. 3 പേരെയും ഒരുമിച്ച് കണ്ടതും സുധി ആകെ വിറളി വെളുത്തു. ജീവന് വേണ്ടി അപേക്ഷിക്കുന്നത് പോലെ അവൻ കൈകൂപ്പി. പക്ഷേ അവൻ്റെ മുഖഭാവങ്ങളോ അപേക്ഷയോ ഒന്നും 3 പേരും ശ്രദ്ധിക്കാൻ പോലും നിന്നില്ല. നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചു. ഇനി നിനക്ക് നിന്റെ കർമ്മം ചെയ്യാം. തൻ്റെ അടുത്ത് നിൽക്കുന്ന നിരഞ്ജനെ തട്ടി വിഷ്ണു പറഞ്ഞതും കോപത്തോടെ നിരഞ്ജൻ സുധിയെ നോക്കി. ഒരു കാര്യം ഒറ്റയടിക്ക് വേണ്ട. ദിവസങ്ങളെടുത്ത് ജീവനൊന്നു പോയാൽ മതിയായിരുന്നു എന്ന് ഇവൻ ആഗ്രഹിക്കുന്നത് വരെ ഇവൻ ജീവനോടെ വേണം. ഒന്ന് ചത്തുപോകാൻ ഇവൻ പ്രാർത്ഥിക്കണം. ഇതുവരെ എല്ലാവരോടും ചെയ്ത ക്രൂരതകൾ ഇവൻ ഓരോ ദിവസങ്ങളിലും ഓർമ്മിക്കണം. ഇവൻ്റെ ആർത്തലച്ചകൾ ഈ വീട് ആകെ അലയണം. അഭി പറഞ്ഞതും നിരഞ്ജൻ തലയാട്ടുകയും ചെയ്തു. അവനും അത് തന്നെയാണ് വേണ്ടത്. ഒറ്റയടിക്ക് തീർന്നാൽ പിന്നെ ഇവൻ അനുഭവിക്കാൻ എന്തിരിക്കുന്നു? എല്ലാ വേദനകളും അറിഞ്ഞിട്ടേ ഇവൻ പോകാൻ പാടുള്ളൂ. എൻ്റെ കുഞ്ഞു പെങ്ങൾ വേദനിച്ചതുപോലെ ഇവനും ഇഞ്ചിഞ്ചായി വേദനിക്കണം. മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടലുമായി അടുത്തുള്ള ഇരുമ്പ് ദണ്ട് നിരഞ്ജൻ കൈകളിലേക്കെടുത്തു. 3 പേരുടെയും സംഭാഷണങ്ങൾ കേട്ടതും സുധിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയത്തിൻ്റെ അങ്ങേ തലത്തിലെത്തിയിരുന്നു. ഇനി രക്ഷയില്ലെന്ന് അവന് ഉറപ്പായി. സംശയിക്കേണ്ടതായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു വക്കീൽ വരികയും പുറത്ത് തന്നെ എത്തിക്കുകയുമൊക്കെ ചെയ്തപ്പോൾ സംശയിക്കേണ്ടതായിരുന്നു. പെട്ടെന്ന് അടികൊണ്ടതും സുധി ഒന്ന് പിടഞ്ഞുപോയി. തൻ്റെ മുന്നിൽ സംഹാരരുദ്രനായി നിൽക്കുന്ന നിരഞ്ജനെ കണ്ടതും സുധി പിന്നോട്ടേക്ക് ചലിക്കാൻ നോക്കി. ഒപ്പം കിട്ടിയ അടി അവനെ അങ്ങേയറ്റം തളർത്തുകയും ചെയ്തു. വീണ്ടും പ്രഹരം അതേ ഭാഗത്ത് കൊണ്ടതും സുധി പിടഞ്ഞുപോയി. കൈകൾ രണ്ടും കെട്ടിയതുകൊണ്ട് അവിടെ ഒന്ന് തഴുകാൻ പോലും അവന് കഴിഞ്ഞില്ല. വേദന അസഹനീയമാണ്. ഇത് ഇന്നത്തെ കോട്ട. നാളെ വരെ ഓർമ്മിക്കാൻ നിനക്കിതു മതി, നിരഞ്ജൻ പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള ഇരുമ്പ് ദണ്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് റൂമിൻ്റെ പുറത്തേക്ക് പോയി. അതേസമയം വിഷ്ണു സുധിയുടെ മുന്നിലേക്ക് വന്നു. കണ്ണുകൾ നിറച്ച് നിസ്സഹായതയോടെ തന്നെ നോക്കിയിരിക്കുന്ന സുധിയെ അവൻ അറപ്പോടെയും വെറുപ്പോടെയും നോക്കി. ഒപ്പം ജാനിയെ ഒരുപാട് പ്രാവശ്യം തൊടാൻ നോക്കിയ കൈകളെ അവൻ തിരിച്ചൊടിക്കുകയും ചെയ്തു. കയ്യിൽ കെട്ടുള്ളതുകൊണ്ട് സുധിക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വേദന കൊണ്ട് അവൻ ആർത്തു കരഞ്ഞു. അവൻ്റെ അലർച്ച ആ 4 ചുവരുകളിൽ പ്രകമ്പനം സൃഷ്ടിച്ചു. അതായിരുന്നു വന്നവർക്കും വേണ്ടത്. കരയണം. ഓരോ ദിനവും നീ കരഞ്ഞു കരഞ്ഞു മരിക്കണം. ഇനി ഞാൻ വരില്ല. നിന്റെ കാലൻ അവനാണ്. അവന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. നിന്റെ ശിരസ് അവനുള്ളതാണെന്ന്. ഇനി നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗ് പട്ടടയിലേക്ക് വെക്കുമ്പോൾ ഞാൻ കാണാൻ വരും. അത്രയും പറഞ്ഞ് വിഷ്ണുവും അവിടെ നിന്നിറങ്ങി. അഭി അവനെ പുച്ഛത്തോടെ നോക്കാനേ നിന്നുള്ളൂ. താനും കൂടി എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ ഇന്ന് തന്നെ തീർന്നു പോകുമെന്ന് അഭിക്കറിയാം. എന്താ ഏട്ടാ രണ്ടാളും ചിന്തിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് മറുപടി നൽകിയില്ല. ആലോചനയോടെ ഓരോന്നോർത്തിരിക്കുന്നവരോട് വീണ്ടും മനു തട്ടി വിളിച്ചു ചോദിച്ചു. നിനക്കുള്ള മറുപടി ഒന്നേയുള്ളൂ. ഇന്നോ നാളെയോ അവൻ തീരും. ഒന്ന് ജീവൻ വെടിയാൻ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അതേ അവസ്ഥയിലാണ് അവനുമുള്ളത്. ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു വേദനയുടെ ദിനങ്ങൾ അവൻ അറിയാൻ തുടങ്ങിയിട്ട്. കണ്ണേട്ടാ അവൻ വിഷ്ണു പറഞ്ഞത് മനുവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സത്യം. നല്ലൊരു വാർത്തയ്ക്കായി 1-2 ദിവസം കൂടി നമുക്ക് കാത്തു നിൽക്കാം. അത്രയും പറഞ്ഞ് വിഷ്ണു അവിടെ നിന്നും എഴുന്നേറ്റു. പിറകെ അഭിയും. 2 പേരും പോയതും മനു സ്വയം ചിരിച്ചു. അല്ലെങ്കിലും തൻ്റെ ഏട്ടന്മാരെ താൻ മനസ്സിലാക്കാതിരുന്നത് തെറ്റായിപ്പോയി. ഉയർന്ന ഒരു വക്കീലിനെ വെച്ച് അവനെ പുറത്തിറക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇവരാണെന്ന് ചിന്തിക്കാതിരുന്ന ഞാൻ മണ്ടൻ. സ്വയം തലക്കടിച്ച് അവൻ ഓരോന്നോർത്ത് ചിരിച്ചുപോയി. ഒപ്പം കയ്യിലുള്ള ഫോണിലേക്ക് മാനസയുടെ കോൾ വന്നതും ഒരുമിച്ചായിരുന്നു. നിമിഷ നേരം കൊണ്ട് പ്രണയം നിറഞ്ഞതും പ്രണയത്തോടെ ആ കോളിലേക്ക് നോക്കി അവൻ അറ്റൻഡ് ചെയ്തു.